അങ്ങനെ മഹാനായ അലിയാർ തങ്ങൾക്കും അതുപോലെ തന്നെ മിസ്അബിനും റളിയല്ലാഹു തആലാവിനും സയ്യിദ് റളിയല്ലാഹു തആലാവിനും കൊടി നൽകിയതിന് ശേഷം അള്ളാഹിൻ്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ സഫൊക്കെ ഒന്ന് ശരിപ്പെടുത്തു സഹാബത്തെ. അങ്ങനെ സഫ് ശരിപ്പെടുത്തുന്ന രംഗം ബഹുമാനപ്പെട്ട കവി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കുറേ പറഞ്ഞതാണ്, നിങ്ങൾ കേട്ട് മടുത്തതായതുകൊണ്ട് ആ വരികൾ നിങ്ങൾക്കിങ്ങനെ കേൾക്കാം. ഉരത്തിയ മൗലലുർബ ഉശിറങ്കളിയ ഹബീബ ഉതിമങ്കും ത്വാബ ത്വാബ യാ റസൂലല്ലാഹ്. ഇത് മറിച്ച ഘടന എപ്പോഴത് പാടാൻ പറ്റുള്ളൂ. പെരിയോൻ്റെ മെയ്യിറക്കൈ പേശും ജിന്നിൻ സീടക്കൈ പിരിശം റസൂലദാക്കൈ യാ സഫിയല്ലാഹ് പരിശൈ റഹ്മത്തിനല്ലാഹ് ബഅസാക്കി ഉള്ളതല്ല വരുത്തപ്പെടുത്താനല്ല യാ നജിയല്ലാഹ്. ധരിത്തപ്പൽ ദൂതർ ചൊന്നാർ സവാദെ നീ ചൊന്നത് എന്ന ത്വാഹാവേ ഉങ്ങളെന്ന സഫദിൽ സബ്കാൽ കത് ത്വാഹ ഉങ്ങളെത്തി ഖിദ്ഹാലെ ഉണ്ട് കുത്തി ഖവായത്ത് കൈമാശത്തിൽ ആകും എങ്കിലുമേ ഉദരം വല്ലവരുത്തം ഉളവായി അത് നിമിത്തം ഉളഞ്ഞാൻ അത് പൊരുത്തം ആക്കിടാം നബിയേ വിധം ഞാൻ കോതി ഊമൈത്താൻ ബിന്ദേ താളിരീനൊത്ത വേഗം ബധനും മൽക്കുത്താൻ ആകും കണ്ണാണിയേ. അള്ളാഹിൻ്റെ റസൂൽ സഫ് ശരിപ്പെടുത്തുമ്പോൾ തൻ്റെ വയറ്റിൽ കുത്തിയ വടി കൊണ്ട് എനിക്ക് നബിയെ കിസാസ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സവാദ് വന്നപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കുപ്പായം അങ്ങ് പൊക്കിക്കൊടുത്ത് കിസാസ് എടുക്കൂ സവാദ് എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ സവാദ് കുത്തുമോ ഇല്ലയോ അടുത്ത എപ്പിസോഡിൽ.